ആ സൗഹൃദത്തിൻ്റെ കാലം ഒന്ന് ഓർക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും അദ്ദേഹം വന്ന ഇനിഷ്യൽ ഇയേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമായിട്ട് വർക്ക് ചെയ്തല്ലോ. കാരണം വന്ന ഫസ്റ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് 16 തൊട്ട് 21 വരെ എന്ന് പറയുന്നത് ഒരു സ്ട്രഗിൾ അല്ലായിരുന്നു. കോവിഡ് ആദ്യം ഓക്കി, അങ്ങനെ ആലോചിച്ചാൽ ഓക്കി, എനിക്ക് തോന്നുന്നു 17 തന്നെ, 18 മില്ലേനിയൽ ഫ്ലഡ്സ്, ഇതിൻ്റെ ഇടയിൽ കൂടെ അയ്യപ്പന് ശബരിമലയും കയറി വരുന്നുണ്ട്, അതിൻ്റെ സമരവും ബഹളവും, ആ ക്രൈസിസ് ഒരു ഭാഗത്ത്. അത് കഴിഞ്ഞപ്പോഴേക്കും അതിനിടയ്ക്ക് നിപ്പ സംഭവിക്കുന്നുണ്ട്. പിന്നെ 19 വീണ്ടും ഫ്ലഡ്സ് വന്നു. വാസ്തവത്തിൽ 19 ഡിസംബർ ആയപ്പോൾ എന്താണ് കോവിഡ്, 19-20 അതിൽ ഒലിച്ചു പോയി. പിന്നെ നേരെ വരുന്നു. അപ്പോൾ ഫലത്തിൽ ആ ഗവൺമെൻറ് എന്ന് പറയുന്നത് എക്സെപ്റ്റ് ഫോർ ഒരു 1.5-2 വർഷത്തെ സമാധാനം ഒഴിച്ച് ബാക്കി മുഴുവനും എന്താണ് മറ്റേ ക്രൈസിസ് മോഡിലല്ലായിരുന്നു. അതിൽ അദ്ദേഹം നല്ല വിജയിക്കുകയും ചെയ്തു കേട്ടോ. ഇൻ ദാറ്റ് സെൻസ് അറ്റ്ലീസ്റ്റ് ഇലക്ട്രേറ്റിന് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അതിനകത്ത്. അന്ന് അദ്ദേഹത്തോട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചിരുന്നു? ഇല്ല, ഞാൻ താരതമ്യേന അന്ന് അദ്ദേഹത്തിന് അതിൽ സംഭവിച്ച ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ ഈ ഓഫീസർമാരുടെ ഗാലക്സിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ട്രസ്റ്റ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് നമ്മൾ പിന്നെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ ആളുകൾക്ക് ഞാനത്ര വിശ്വസ്തനായിരുന്നില്ല. പ്രശ്നം ഇത്ര തന്നെയാണ്. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും, എന്നോട് പറയുന്നത് ഞാൻ കണ്ണും പൂട്ടി അങ്ങ് ചെയ്യൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വകുപ്പുകളിൽ ഇങ്ങനെ അപ്പം തന്നെ മാറ്റാൻ തുടങ്ങി ചെറുതായിട്ട് തന്നെ. അതിൽ ഞാനൊരു പരാതിയൊന്നുമില്ല, കാരണം അന്ന് വകുപ്പ് മാറ്റിത്തരുന്ന വലിയ വിഷയമല്ല. സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ്, ആയുഷ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, 1-2 സ്ഥലത്ത് ഞാൻ ഫയലുകളിൽ കടുത്ത നിലപാടുകളെടുത്ത് ഉടനെ തന്നെ എന്നെ മാറ്റുകയും ചെയ്തു. ഇപ്പം വിശദമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഫയലിൽ നിലപാടെടുത്താൽ അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്ക് എപ്പോഴേ തന്നെ മനസ്സിലായി. ഒരു റിറ്റാലിയേറ്ററി ട്രാൻസ്ഫർ എന്ന മാതിരി അങ്ങനെയൊക്കെ വന്നു.